പഴയൊരു അടിപൊളി സോങ് ഫോണിൽ ഉച്ചത്തിലിട്ട് അത് ആസ്വദിച്ചാണ് വിദ്യ അടുക്കളയിൽ പാചകം ചെയ്യുന്നത്. പാട്ടിന്റെ ഒച്ച കേട്ട് അവളുടെ ഹസ്ബൻഡ് എഴുന്നേറ്റ് അവളെ വഴക്ക് പറഞ്ഞു. ഏട്ടൻ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇന്നു മുതൽ ഇത്ര ഉച്ചത്തിൽ പാട്ട് കിട്ടത് എന്ന് വിദ്യ ചോദിക്കുമ്പോൾ അയാൾ ദേഷ്യത്തിൽ, നീ ഇങ്ങനെ പോത്തുപോലെ കിടന്നുറങ്ങിയാൽ ഇവിടുത്തെ കാര്യങ്ങളൊന്നും നടക്കില്ല, നേരത്തിനും കാലത്തിനും എഴുന്നേൽക്കണം എന്ന് പറഞ്ഞ് അവളുടെ കയ്യിലെ ചായ അയാൾ മേടിച്ച ശേഷം ചായ കൊള്ളാലോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അയാൾ അതെടുത്ത് വാഷ് ബേസിനിൽ ഒഴിച്ചു കളഞ്ഞു. ചായ കൊള്ളില്ല എന്നും പറഞ്ഞ് അവളെ പിന്നെയും വഴക്ക് പറഞ്ഞു. പ്രഭാതഭക്ഷണം പോലും എന്തുണ്ടാക്കണമെന്നും അവൾ എന്ത് ചെയ്യണമെന്നും അയാളാണ് തീരുമാനിക്കുന്നത്. വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്ന അയാളുടെ തൊട്ടു മുൻപിലിരിക്കുന്ന ബോട്ടിൽ എടുക്കാനും കിച്ചണിൽ നിൽക്കുന്ന ഭാര്യയെ വിളിച്ചു. അതൊക്കെ കഴിഞ്ഞ് അയാൾ തൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് കൊറോണ ടൈം ആയതുകൊണ്ട് തന്നെ എത്ര നാളാണ് ഈ പെണ്ണുങ്ങളെപ്പോലെ ഒരു പണിയുമില്ലാതെ വീട്ടിൽ കുത്തിയിരിക്കുന്നതെന്നും അല്ലെങ്കിൽ പിന്നെ കഴിവുള്ള പെണ്ണുങ്ങളെപ്പോലെ തയ്യലോ മറ്റോ ചെയ്ത് ജീവിക്കണമെന്നും കൂട്ടുകാരനോട് പറയുന്നുണ്ട്. ഇതേ സമയവും വിദ്യ ഇതെല്ലാം കേട്ടുകൊണ്ട് കിച്ചണിൽ പണിയെടുക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴും ആട്ടുകല്ലിൽ വേണം മാവ് അരയ്ക്കാനുള്ളതെന്നും എങ്കിലേ ടേസ്റ്റ് ഉണ്ടാകൂ എന്നും അവളോട് പറഞ്ഞു. എങ്കിലും ഇതൊന്നും എൻ്റെ അമ്മ ഉണ്ടാക്കിയതിൻ്റെ അത്ര ടേസ്റ്റില്ല എന്ന് വാലുപോലെ ഒരു ഡയലോഗും അയാൾ കൂട്ടിച്ചേർത്തു. കഴിച്ചു കഴിഞ്ഞ് കൈ തുടയ്ക്കാനുള്ള ടവൽ പോലും വിദ്യ അയാൾ ഇരിക്കുന്നിടത്ത് കൊണ്ടു കൊടുക്കണം. കുറച്ചു കഴിഞ്ഞ് വിദ്യയുടെ അമ്മ ഫോണിൽ വീഡിയോ കോൾ ചെയ്തു. ഫോൺ അറ്റൻഡ് ചെയ്യുന്നതിന് മുൻപ് തന്നെ എനിക്ക് ഫോണൊന്നും തരരുത്, എന്നെ ഒഴിവാക്കി തരുമോ എന്ന് ദേഷ്യത്തിൽ അയാൾ പറഞ്ഞു. വീഡിയോ കോളിൽ അമ്മ ഭർത്താവിനെ പറ്റി ചോദിക്കുമ്പോൾ അയാൾ പണിയിലാണെന്ന് അവൾ കള്ളം പറഞ്ഞു. ഇത് പറഞ്ഞു തീരേണ്ട താമസം അയാൾ വിദ്യയുടെ അടുത്ത് വന്ന് അമ്മയോട് അമ്മ വിളിച്ചാൽ എന്ത് തിരക്ക്, അവിടെ എല്ലാവർക്കും സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചു. അമ്മയുടെ മുൻപിലെ അയാളുടെ അഭിനയം കണ്ട് വിദ്യയ്ക്ക് എന്തോ പോലെ തോന്നി. അമ്മ അവളുടെ ഡാൻസ് പ്രാക്ടീസിന്റെ കാര്യമൊക്കെ ചോദിച്ചപ്പോൾ അയാൾ അവളെ ഭയങ്കരമായി സപ്പോർട്ട് ചെയ്യുന്ന ഭർത്താവായി സംസാരിച്ചു. അടുക്കളപ്പണി പെണ്ണുങ്ങൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് എന്ന് പറഞ്ഞ അയാൾ അമ്മയോട് ഞാൻ വിദ്യയെ കിച്ചണിൽ സഹായിക്കാമെന്നൊക്കെ പറയും, പക്ഷേ അവൾ സമ്മതിക്കില്ല എന്നൊക്കെ കള്ളം പറഞ്ഞു. പിന്നീട് അയാൾ സംസാരമൊക്കെ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്നും ബിയറൊക്കെ അടിച്ച് ഫോണിൽ നോക്കി കട്ടിലിൽ കിടന്ന് ഉറങ്ങിപ്പോയി. കുറച്ചു കഴിഞ്ഞ് അവിടേക്ക് വന്ന വിദ്യ അയാൾ നല്ല മയക്കത്തിലാണ് എന്ന് മനസ്സിലാക്കി ആ ബിയർ എടുത്ത് കിച്ചണിൽ പോയി നല്ല ഉച്ചത്തിൽ പാട്ടിട്ടു. ശേഷം ആ കുപ്പിയിലിരുന്ന് ബാക്കി ഉണ്ടായിരുന്ന ബിയർ എടുത്ത് അവൾ കുടിച്ചു. പിന്നീട് നമ്മൾ കാണുന്നത് കുറച്ചു മുൻപ് കണ്ട സംഭവങ്ങളാണ്. അയാൾക്ക് കൊടുത്ത ചായയിൽ വിദ്യ ഉറക്കഗുളിക പൊടിച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബിയർ കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അയാളുടെ ബോധം പോയി. ശേഷം വിദ്യ അവളുടെ മൂഡിനനുസരിച്ച് പാട്ടുകളൊക്കെ ഇട്ട് കൂട്ടിൽ നിന്ന് തുറന്നു വിട്ട കിളിയെപ്പോലെ ആസ്വദിച്ച് ഓരോന്ന് ചെയ്തു തുടങ്ങി. അയാൾക്ക് അവൾ ഡാൻസ് കളിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവൾ ആസ്വദിച്ച് ഡാൻസ് ഒക്കെ കളിച്ചു, ടിക്ടോക്ക് ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് അവൾ വീട്ടിൽ വീഡിയോ കോൾ ചെയ്തു. അവളുടെ സഹോദരി വിദ്യയോട്, നീ എന്തിനാണ് ഇത്രയും സഹിച്ച് അവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്, നിനക്ക് ഇവിടെ വന്ന് നിന്റെ വീട്ടിൽ നിന്നൂടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മ സഹോദരിയെ വഴക്ക് പറഞ്ഞു. സഹോദരിയും ഡിവോഴ്സ്ഡ് ആയിരുന്നു. വിദ്യയുടെ വീട്ടുകാർക്കും അയാൾ ഇങ്ങനൊരു ഭർത്താവാണെന്ന് അറിയായിരുന്നു. എങ്കിലും അവർ അത് അവൻ്റെ മുമ്പിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ വിദ്യ അമ്മയോട് പേടിക്കണ്ടെന്നും അച്ഛനെയും അമ്മയെയും ഞാൻ വിഷമിപ്പിക്കില്ല എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ശേഷം അവൾ രാവിലത്തെ സാരിയൊക്കെ ഉടുത്ത് അരി മിക്സിയിൽ അരച്ച് മാറ്റിവെച്ചു. കല്ലിലാണ് അരച്ചത് എന്ന് കാണിക്കാൻ വേണ്ടി കല്ലിൻ്റെ മുകളിൽ കുറച്ച് പച്ചരി വിതറി. എന്നിട്ട് റൂമിൽ വന്ന് അയാളുടെ കസേരയിൽ കിടന്ന ഷർട്ട് എടുത്ത് തറയിലിട്ട് അത് വെച്ച് കാലുകൊണ്ട് തറയൊക്കെ തുടച്ച് ആ ഷർട്ട് കൊണ്ട് തന്നെ അവിടുത്തെ ടേബിളുമൊക്കെ തുടച്ചു. എന്നിട്ട് തിരിച്ച് കസേരയിൽ തന്നെ ഇട്ടു. എന്നിട്ട് അയാളുടെ ടൂത്ത് ബ്രഷ് കൊണ്ട് തന്നെ വാഷ് ബേസിനൊക്കെ ക്ലീൻ ചെയ്തു. ആ ബിയർ ബോട്ടിലും തിരികെ റൂമിൽ അതേ സ്ഥാനത്ത് കൊണ്ടുവച്ചു. അയാൾ മയക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോഴേക്കും അവിടെ എല്ലാം പഴയതുപോലെയായി. വിദ്യയും ഭാര്യയ്ക്ക് ഒരു വിലയും കൊടുക്കാത്ത ഭർത്താവിന് ഇങ്ങനൊരു പണി കൊടുത്തിട്ടായാലും അവൾക്ക് കിട്ടുന്ന കുറച്ച് മണിക്കൂറുകൾ അവൾ സന്തോഷം കണ്ടെത്തി.